സ്കൂട്ടർ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ജുപ്പിറ്റർ 125 ബേസ് മോഡലിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ കൂടെ കൂടുക. ഇപ്പോൾ തന്നെ ആ ബ്ലാക്ക് കളർ ബട്ടൺ ഒന്ന് താഴെ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാണ്. 2024 മോഡൽ ജുപ്പിറ്റർ 125 ബേസ് മോഡലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മിറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് കളറുള്ള മിറേഴ്സാണ് കമ്പനി നൽകുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ബെസൽസ് അല്ലെങ്കിൽ ഓർണമെൻറ്റ് വരുന്നുണ്ട്, നമുക്കൊരു റിച്ച് ഫീൽ കിട്ടാനായിട്ട്. വാഹനത്തിൻ്റെ ലൈറ്റ്സിനെ കുറിച്ച് എല്ലാം തന്നെയും LED ആണ്, അതായത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്, ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്, അതുകൂടാതെ ഇൻഡിക്കേറ്ററിന് താഴെയായിട്ടൊരു പൈലറ്റ് ലൈറ്റും വരുന്നുണ്ട്. ഇതെല്ലാം ഈ 3 കാര്യങ്ങളും LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പ്രകാശമായിരിക്കും നമുക്ക് കിട്ടുക, കൂടാതെ ഹാലജൻ ബൾബിനേക്കാളും കുറേ കൂടി ലൈഫ് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ബൾബ് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ നമ്മുടെ സ്കൂട്ടറിൻ്റെ വീൽസ് വരുന്നത് അലോയ് വീൽ തന്നെയാണ്. ഫ്രണ്ട് ബാക്ക് 12 ഇഞ്ച് അലോയ് വീൽ തന്നെയാണ് വരുന്നത്. ഡ്യുവൽ സ്പോക്കുള്ള അലോയ് വീൽസ് ആണ് വരുന്നത്. കൂടാതെ 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനുമായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതുകൂടാതെ ഫ്രണ്ട് 130 mm ഉള്ള ഡ്രം ബ്രേക്സ് ആണ് ബേസ് മോഡലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കോമ്പി ബ്രേക്ക് സപ്പോർട്ടും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും അധികം ഫ്രണ്ട് ഫുഡ് സ്പേസ് കിട്ടുന്ന വണ്ടിയാണ് ജുപ്പിറ്റർ 125. ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ്, 108 kg ആണ് വെയിറ്റ്. ഫ്രണ്ട് സ്പേസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു 6 അടി പൊക്കമുള്ള ആളിരുന്നാൽ പോലും ഫ്രണ്ടിൽ കാല് ആ ഫൈബർ പാർട്സിൽ മുട്ടില്ല. വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് എക്സ്റ്റേണലാണ്. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാം. 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി. ഒരു മാറ്റ് ബ്ലാക്ക് കളറുള്ള ഇൻറ്റീരിയറാണ് ബേസ് മോഡലിൽ വരിക. അത് ഹാൻഡിൽ കവറിലായാലും അത് താഴെയുള്ള പോർഷൻ എല്ലാം തന്നെ മാറ്റ് ബ്ലാക്ക് ആയിരിക്കും വരിക. പിന്നെ അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. അതിന് താഴെ കീ ബട്ടൻ്റെ താഴെയായിട്ട് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. USB സപ്പോർട്ടിൽ വരുന്നില്ല. സെമി ഡിജിറ്റലായിട്ടൊരു മീറ്ററാണ് വരുന്നത്. ഡിജിറ്റൽ മീറ്ററിൽ വരിക ടൈം, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ എന്നുള്ള കാര്യങ്ങളായിരിക്കും. ബാക്കി സ്പീഡിൻ്റെ കാര്യങ്ങളെല്ലാം അനലോഗായിട്ടായിരിക്കും കാണിക്കും. നോട്ടിഫിക്കേഷൻസ്, അതായത് ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം തന്നെ ലൈറ്റ്സ് ആയിട്ട് ചുറ്റും കാണിക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്ന ഒരു സ്കൂട്ടറാണ് ജുപ്പിറ്റർ 125. അതിൻ്റെ ക്വാണ്ടിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 33 ലിറ്ററാണ് വാഹനത്തിൻ്റെ സ്കൂട്ടറിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. 2 ഹെൽമെറ്റും ബാക്ക് പാക്കും നമുക്ക് സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകുന്നതാണ്. 765 mm ആണ് സീറ്റിൻ്റെ ഹൈറ്റ് താഴെ നിന്ന് വരുന്നത്. ഒരു 5 അടിക്ക് മേളിൽ പൊക്കമുള്ള ചേച്ചിമാർക്കെല്ലാം സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതും കാല് താഴെ എത്തുന്ന രീതിയിലുള്ള സ്കൂട്ടറുമാണ് ജുപ്പിറ്റർ 125. എഞ്ചിൻ 124 cc ആണ്. 10.5 Nm ടോർക്കും 8.5 bhp പവറും വരുന്നുണ്ട്. 5 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബാക്ക് സസ്പെൻഷൻ വരും. അതിന് വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാവുന്നതാണ്. ബാക്ക് സൈഡ് ടയറെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 ഇഞ്ച് ടയർ തന്നെ ബാക്ക് സൈഡിൽ കിട്ടും. അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർസ് വരുന്നുണ്ട്. കൂടാതെ 130 mm ഉള്ള ഡ്രം ബ്രേക്ക് വരുന്നത്. റിയർ ഗ്രാബ് ഹാൻഡിൽ ഓൾറെഡി വരുന്നുണ്ട്. അത് കൂടാതെ അതിലൊരു റിഫ്ലക്ടർ കൂടെ വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്കൂട്ടറിന് 1.14 ആണ്. ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഉണ്ട്. അതായത് വാഹനം ഒരുപാട് സമയം ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ തനി ഓഫായി പോവുകയും ബ്രേക്ക് പിടിച്ച് ആക്സലേഷൻ തിരിക്കുമ്പോൾ തിരിച്ച് സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന 125 cc സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്കൂട്ടറാണ് TVS ജുപ്പിറ്റർ 125. ഇതിന് മൈലേജ് നമുക്കൊരു 60-നും 65-നും ഇടയിലാണ് കിട്ടുന്നത്. ഓൺ റോഡ് പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1.14 ആണ് വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. 2024 മോഡൽ ജുപ്പിറ്റർ 125ൻ്റെ ബേസ് മോഡലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡാണ് ചാനൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നേരെ കയറി കാണാവുന്നതാണ്. അപ്പോൾ 2 സ്കൂട്ടർ തമ്മിൽ ഏകദേശം ഒരു 14,000 രൂപയാണ് വില വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി നൽകുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി കണക്ടിവിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വണ്ടിയായിട്ട് കൂടുതൽ കണക്ഷൻ കാര്യങ്ങൾ, അതായത് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ കോൾ, SMS, നാവിഗേഷൻ ഉള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകേണ്ടതാണ്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ അത് കൂടാതെ USB സപ്പോർട്ട് വരും. അതുപോലെ കുറച്ചുകൂടി ക്രോമിൻ്റെ ഓർണമെന്റ്സ്, വണ്ടി കാണാൻ കുറച്ച് റിച്ച് പ്രീമിയം ലുക്ക് എല്ലാം വരുന്നുണ്ട്. 16,000 രൂപ അഡീഷണൽ വരുന്നുള്ളൂ. അപ്പോൾ 2 സ്കൂട്ടറും നമ്മുടെ TVSൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. TVSൻ്റെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പറും താഴെ വെച്ചിട്ടുണ്ട്. വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു.